അധികാരികളുടെ പ്രസ്താവന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സാംസ്കാരിക പ്രവർത്തകർ പ്രസ്താവന ഇറക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് പ്രത്യേകിച്ച് അധികാരമില്ലല്ലോ, പവറില്ലല്ലോ. പവറുള്ളവർ പ്രസ്താവന ഇറക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പവറുള്ളവരുടെ പ്രസ്താവനയല്ല വേണ്ടത്, പവറുള്ളവരുടെ ആക്ഷനാണ് വേണ്ടത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ദളിതരും ആദിവാസികളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെടുമ്പോൾ യാതൊരു ആക്ഷനും ഇല്ലെന്നുള്ളതാണ്. ഒരു ഉദാഹരണം നമ്മൾ പുറകോട്ട് നോക്കിയാൽ കാണാം. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു. കേരള പോലീസാണ് കക്കൂസിൽ പോയി വെള്ളം കുടിക്കാൻ ശാസിച്ചത്. എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ? അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തിരുവനന്തപുരത്താണല്ലോ ഒരു ദളിത് ബാലികയെ കേരള പോലീസ് ആക്ഷേപിച്ചത്. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന്, ആ കുട്ടി മൊബൈൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിയത്. എന്നിട്ട് ആ കുറ്റം ചെയ്തവർക്കെതിരെ എന്തെങ്കിലും നടപടി കേരളത്തിലുണ്ടായോ? സിദ്ധാർത്ഥൻ്റെ മരണം നമ്മുടെ മുമ്പിലുണ്ട്, ജിഷ്ണു പ്രണോയുടെ മരണം നമ്മുടെ മുമ്പിലുണ്ട്, വിനായകൻ്റെ കൊലപാതകം നമ്മുടെ മുമ്പിലുണ്ട്. ഈ കേരളത്തിലെ ദളിതരും ആദിവാസികളും കൊല്ലപ്പെടുമ്പോൾ ആ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കേരളത്തിലെ ഭരണകൂടം വലിയ മടിയുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും പാർശ്വവൽകൃത വിഭാഗങ്ങളെയും വഞ്ചിക്കുന്ന ഒരു ഭരണകൂടമാണ് നിലവിലുള്ളതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും വഞ്ചിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിലെ പാർശ്വവൽകൃത ജനതയോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ വളരെ വേഗം തന്നെ ആ പ്രതി അറസ്റ്റ് ചെയ്തേനെ. ഡോക്ടർ രാം ഇപ്പം എന്താണ് ഒളിസങ്കേതത്തിലാണെന്ന് പറയും. ഏത് ഒളിസങ്കേതം? കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ഏത് ഒളിസങ്കേതമാണ് കേരളത്തിന് പുറത്തുള്ളത്? തന്നെയല്ല, ഇവരെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിലൂടെ യഥാർത്ഥത്തിൽ പ്രതികൾക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരമാണ് അധികാരികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ അവസരവും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ വ്യക്തമാക്കുന്നത് ഈ പ്രതികൾ കൊലയാളികളായ ഡോക്ടർ രാമും അതുപോലെ തന്നെ സംഗീത നമ്പ്യാരും വളരെ വലിയ ഉന്നതങ്ങളിൽ ബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. തന്നെയല്ല, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. സ്റ്റാഫ് റൂം ഒരു ഇടിമുറിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. സ്റ്റാഫ് റൂം ഒരു ഇടിമുറിയാണ്. കാരണം അവിടെ വിളിച്ചാണ് കുട്ടികളെ അപമാനിക്കുന്നത്. എത്ര നികൃഷ്ടമാണല്ലോ. അതെ, തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ പറഞ്ഞത്. അപ്പം ഡോക്ടർ രാമും സംഗീത നമ്പ്യാരും മാത്രമല്ല, അവിടെ ഉള്ള മറ്റ് അധ്യാപകരെ എല്ലാം ചോദ്യം ചെയ്യണം. എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെ ആ കോളേജിലെ ഏതെങ്കിലും മറ്റധ്യാപകരെ ചോദ്യം ചെയ്ത എന്തെങ്കിലും വിവരം നമ്മുടെ മുമ്പിലുണ്ടോ? ഒരു വിവരമില്ല. ഈ സംഭവം നടന്നിട്ട് പ്രിൻസിപ്പൾ വരെ മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ ധൈര്യമായിട്ട് വന്ന് ഞങ്ങൾക്ക് പരാതി ലഭിച്ചിട്ടില്ല, ലോൺ ആപ്പ് എന്നൊക്കെ പറഞ്ഞ കഥ ചമയുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധാർഷ്ട്യം ഉണ്ടാകുന്നത്? പ്രിൻസിപ്പലിനും ഡോക്ടർ റാമിനും സംഗീത നമ്പ്യാരും ഒക്കെ തന്നെ ഒളിവിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും നമ്മൾ മനുസ്മൃതിയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രോമം പോലെ കണക്കാക്കുന്ന അധികാര വ്യവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള